വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിലും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നതിലെ അടുത്ത വീഡിയോ ആണ്. 22ാമത്തെ വീഡിയോ ക്ലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 10,000 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് 22ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഒന്ന് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത്. ഒരു ജാറാണല്ലേ, ജാറിൽ മാർബിൾസിൻ്റെ എണ്ണവും എല്ലാ സംഭവങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ട് നമുക്കത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ട് നോക്കൂ, ടോട്ടൽ നമ്പർ ഓഫ് മാർബിൾസ് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 24 ആണെന്നുള്ളത് തന്നിട്ടുണ്ടല്ലേ. ഇനി എന്താണ് ഗ്രീൻ മാർബിൾസ് എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ലെറ്റ് ദി നമ്പർ ഓഫ് ഗ്രീൻ മാർബിൾസ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ് നമ്മൾ അസ്യൂം ചെയ്യാണ്, എക്സ് ആണ് എന്ന് വിചാരിക്കുകയാണ്. ക്ലിയർ ആയല്ലേ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മാർബിൾസ് എന്ന് പറയുന്നത് 24 ആണ്. ഗ്രീൻ മാർബിൾ എന്ന് പറയുന്നത് എക്സ് ആണ് എന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബ്ലൂ മാർബിൾസ് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും, 24 - x ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ അപ്പോൾ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ഗ്രീൻ മാർബിൾ ദാറ്റ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗ്രീൻ മാർബിൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മാർബിൾസ്. അപ്പോൾ എത്ര വരുന്നു നോക്കാം. അപ്പോൾ അത് 2/3 നമ്മളുടെ വരികയാണ്. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുമ്പോൾ അത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്, അത് 2/3 ആണെന്നുള്ളത്. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു അപ്പോൾ എന്ത് വരും, എക്സ് ഡിവൈഡഡ് ബൈ 24 ഈസ് ഈക്വൽ ടു 2/3. സോ എക്സ് ഈസ് ഈക്വൽ ടു 16. അപ്പോൾ എക്സ് 16 ആണെന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്രീൻ മാർബിൾസിൻ്റെ എണ്ണം നമുക്ക് എത്ര പറയാൻ പറ്റും, 16. അങ്ങനെയാണെങ്കിൽ ബ്ലൂ മാർബിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ 24 - x ആണ് പറഞ്ഞേക്കണത്. അപ്പോൾ 24 - 16 ദാറ്റ്സ് ഈക്വൽ ടു 8 എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ 22ാമത്തെ പ്രോബ്ലം ചെയ്തു നോക്കാം.